ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ ഭൂമിനെ ആ ഓട്ടോ ഡ്രൈവർ ഒരു നല്ലൊരു സ്ഥലത്ത് റൂം എടുത്ത് കൊടുത്തിരിക്കുക കേട്ടോ. തൻ്റെ ബന്ധുവാണ്, PSC ടെസ്റ്റിന് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അയാൾക്ക് പരിചയമുള്ള ഒരാളായിരുന്നു, നല്ലൊരു റൂം തന്നെ കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഭൂമി അയാളോട് തന്നെ നാളെ 9 മണിക്ക് അങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ അപ്പം പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പൈസ കൂടെ വാങ്ങിക്കാതെ അയാൾ അവിടെ നിന്ന് പോവുകയാണെ. ഭൂമി റൂമിലൊന്ന് കയറി റൂമൊക്കെ ഒന്ന് നോക്കൂട്ടോ. ഈ സമയത്ത് അയാൾ പോയി കഴിഞ്ഞാൽ കമൽ അങ്ങോട്ട് കയറി അവിടെ ഒരു റൂം എടുക്കും. ഭൂമിയുടെ റൂം നമ്പർ 102 ആണെങ്കിൽ ഇയാളുടെ 104 ആട്ടോ. ഭൂമിയുടെ റൂമിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് ഇയാൾ അകത്ത് കയറുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യദാസിനെ കേട്ടോ. സത്യദാസ് ഫുൾ ആരോടോ സംസാരിക്കണേ. ഭാര്യനെയും മകളെയും കാണാതായത് 22 വർഷം മുമ്പാണ്. അവരെ മാത്രമല്ല, ഒരു പുരുഷോത്തമൻ ഞങ്ങളുടെ ഡ്രൈവറായിരുന്നു, അയാളെയും കാണാനില്ല. ഇപ്പം അങ്ങേർക്ക് ഒരു 60 വയസ്സോളം ആയി കാണും. അപ്പം അങ്ങോട്ട് അനുപമ വരും, കെട്ടിപ്പിടിക്കും, തിരിഞ്ഞു നോക്കാതെ പറയണം ആളാരാണെന്ന്. വല്യമ്മാവന്റെ പുന്നാരക്കുട്ടി. അനുപമ ആ കോള് കട്ട് ചെയ്തിട്ട് പറയുമ്പോ എങ്ങനെ മനസ്സിലായി? ഞാൻ ശബ്ദം മാറ്റിയില്ല സംസാരിച്ചേ. അപ്പൊ സത്യദാസ് പറയും, ഞാൻ മോശമല്ലാത്ത ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. പോലീസിനായിരിക്കും പോലീസിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്, ആ മണത്തറിയൽ. അപ്പൊ സത്യദാസ് പറയും, എക്സാക്ട്ലി, നിന്നെ തൊഴിലേറ്റ് നടന്നല്ലേ, അപ്പോ പ്രത്യേകിച്ച് സൗണ്ടൊക്കെ മാറ്റിയാലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, നീ പഠിച്ച എന്താവുന്നാ പറഞ്ഞിരുന്നത്? അനുപമ പറയും, IAS. എന്നിട്ടോ? അത് പിന്നെ ആരെടുത്ത് ചോദിച്ചാലും അവർക്കൊക്കെ IAS ആവണം, അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. സത്യദാസ് പറയും, ഡിഗ്രി തോറ്റവർക്ക് IAS എഴുതാൻ പറ്റാത്തോണ്ടല്ല അല്ലേ? വല്യമ്മാവ, തോറ്റു തോറ്റു എന്ന് പറഞ്ഞ എന്നെ ആക്ഷേപിക്കല്ലേ. എങ്ങനെയാ ഒരാൾ ജയിക്കുന്നത്? സത്യദാസ് പറയും, മറ്റൊരാൾ തോൽക്കുമ്പോ ആ മാന്യത എനിക്ക് കിട്ടണം, അത്ര തന്നെ. അങ്ങനെ സത്യദാസ് അനൂപിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ എന്താ പറയുന്നത് അവനല്ലേ അറിയാ, എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. വേറെന്തെങ്കിലും സംസാരിക്കാണ്ടോ? അല്ല, എന്താ ഫോണില്? കേസിന്റെ കാര്യം മറ്റാണോ? സുമിത്രയുടെയും അഭിരാമിയുടെ അന്വേഷണം. അഭിരാമിയെ ഞാൻ എപ്പോഴും ആലോചിക്കും. മുത്തശ്ശി പറഞ്ഞിരുന്നല്ലോ, അജയ് വലുതാവുമ്പോ ഇവർ അഞ്ജനനെയോ അഭിരാമിനെയോ ആരെങ്കിലും ഒരാളെ കെട്ടണമെന്ന്. അഞ്ജന ചെറുതാവുമ്പോ ചോദിക്കും ആരെയെ കെട്ടാന്ന്. അവൻ പറയും വലുതാവുമ്പോ തീരുമാനിക്കാന്ന്. പിന്നെ എന്നോട് അജയ് പറയും അഭിരാമി മതിന്ന്. അജയ്ക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. സത്യദാസ് പറയും, മരിക്കുന്നതിന് മുമ്പേ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി. ആ വല്യമ്മാവ, ഒരു ഇൻസിഡന്റ് ഉണ്ടായി. വരുന്ന വഴി ഞാനൊരു ഷോപ്പ് കയറി, അവിടുന്ന് ഒരു പെൺകുട്ടിയെ കണ്ടു. എന്റെ കഴുത്തിൽ അതേ മാലയിട്ടൊരു പെൺകുട്ടി. മുഖം ശ്രദ്ധിച്ചില്ല. ഞാൻ അവിടെയൊക്കെ തെരഞ്ഞു, പക്ഷെ എന്നിട്ടും കണ്ടില്ല. സത്യാണോ നീ പറയുന്നേ? അനുപമ പറയും, അതെ, എന്റെ മകൾ അപ്പൊ ഇവിടെ എവിടെയോ ഉണ്ട്. കണ്ടാലും തിരിച്ചറിയണമെന്നില്ല. ചിലപ്പോ എന്റെ മുന്നിലൂടെ പോകുന്നുണ്ടാവും, ചിലപ്പോ സംസാരിച്ചിട്ടും ഉണ്ടാകും. എന്തൊരു വിധി എന്റേത് എന്ന് പറഞ്ഞ ഇമോഷൻ ആവുമ്പോ അനുപമ വല്യമ്മാവ എന്ന് വിളിക്കുമ്പോ അയാൾ പറയും, സോറി, നിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞാൻ എന്റെ വിഷയത്തിലേക്ക് സഞ്ചരിച്ചു. മോളുവാ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് അവര് സംസാരിക്കാനകത്തേക്ക് പോകണേ. ഇതേ സമയം ഭൂമി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ബാഗ് തുറന്ന് ആ കത്ത് ഇങ്ങനെ കൈ പിടിച്ച് എന്തോ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം കമാലും പതിയെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഭൂമിയുടെ റൂമിന്റെ അവിടെ വരും. എന്നിട്ട് ആ ഡോർ ഇങ്ങനെ തുറക്കാനായി തുടങ്ങുമ്പോഴേക്കും ആ റിസപ്ഷനിലെ ആൾ വന്നിട്ട് പറയുമ്പോ, നിങ്ങൾ ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കാം, എന്തോ ഒരു ഉടായ്പ കേസ് ഉണ്ടല്ലോ. അപ്പൊ അയാൾ പറയും, അത് പിന്നെ എന്റെ ഫോണിന്റെ ഇയർബഡ് താഴെ പോയി. ഓ, അതൊക്കെ ഞങ്ങൾ നോക്കി തരാം, നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പോയാലും എന്തെല്ലാം ആവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ അയാൾ ഓക്കെ എന്ന് പറഞ്ഞ റൂമിലേക്ക് പോകും. അങ്ങനെ പിന്നീട് രാത്രി ആയിരിക്കും കേട്ടോ. ഭൂമി ഇങ്ങനെ റൂമിലിരിക്കുമ്പോ ഒരു കോള് വരികയാണേ. ലക്ഷ്മി ചേച്ചി കേട്ടോ. എന്താ മോളെ, സാറിനെ കണ്ടോ? സാറിന്റെ വീട്ടിലാണോ? അതല്ല ചേച്ചി, സാറിനെ കാണാൻ പറ്റിയില്ല, ഞാനിവിടെ റൂം എടുത്തിരിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. മോളെ, അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ? ഭൂമി അറിയും, അച്ഛൻ ഒറ്റയ്ക്കാക്കി പോയില്ലേ, അമ്മ ജയിലിലും, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവളല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അവർക്കും വല്ലാത്ത വിഷമാവും കേട്ടോ. പിന്നെ മോളെ, ബാങ്കിൽ നിന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഭൂമി അറിയും, ലോൺ അടയ്ക്കാനുള്ളതാ, ഞാൻ വന്നിട്ട് അടച്ചോളാം. എപ്പോഴാണ് മോളെ തിരിച്ചു വരുന്നത്? അപ്പോൾ ഭൂമി അറിയും, എന്തായാലും വന്നില്ലേ, സാറിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ, അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ലക്ഷ്മി ചേച്ചി കോള് കട്ട് ചെയ്യാട്ടോ. ഭൂമി ഇങ്ങനെ വീണ്ടും അച്ഛനെക്കുറിച്ച് ആലോചിച്ച് സങ്കടത്തിലിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജനയും അനുപമയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ റിയൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് നമ്മളെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അപ്പം അഞ്ജന പറയും, ഇല്ല, എനിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. ആ സമയത്താണ് അഭിരാമിയെ കാണാതായത്. അഭിരാമിയുടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ അല്ലേ? അഞ്ജന പറയും, ഓളില്ലാത്തത് കൊണ്ടാണ് നീ ഇപ്പോൾ അജയുടെ വൈഫ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ അഭിരാമി ആയനെ അജയുടെ വൈഫ്. അഞ്ജനയ്ക്ക് ദേഷ്യം വരും കേട്ടോ, എന്നാലും കാണിക്കുന്നില്ല. എന്നാര് പറഞ്ഞു? അനുപമ പറയും, അമ്മ പറഞ്ഞിട്ടുണ്ട്, അജയ്ക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു, വലുതാവുമ്പോ അഭിരാമിയെ കെട്ടിച്ചു കൊടുക്കണമെന്ന്. അഭിരാമി അതിസുന്ദരിയായിരുന്നു, ഇപ്പൊ ഉണ്ടെങ്കിൽ മിസ് വേൾഡ് ആയനെ. അഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, എനിക്ക് എന്താ കുറവ്? നീയോ ഒരു നോർമൽ
ആവറേജ് ചത്തകൾ 135 അത്രേ ഉള്ളൂ. പിന്നെ അമ്മ പറഞ്ഞതേ കുഞ്ഞിലെ തന്നെ അഭിരാമിയുടെ ക്യാരക്ടർ അട്രാക്റ്റീവ് ആയിരുന്നു. അവൾക്ക് എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ഒന്നിനും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പിന്നെ നീ അങ്ങനെയായിരുന്നില്ല, സെൽഫിഷ് ആയിരുന്നു. എന്ത് കിട്ടിയാലും ഗീഷലാക്കും. നീയാണാ ജയെങ്കില് ഈ 2 ക്യാരക്ടറിൽ ആരെ സെലക്ട് ചെയ്യും? അഞ്ജന മനസ്സിൽ വിചാരിക്കും, ഇവള് പൂണ്ട് വിളയാടാണല്ലോ, ഇവളെ കൂടെ നിർത്തണം. അനു, അഭിരാമി ഗുഡ് ക്യാരക്ടർ, സമ്മതിച്ചു. അനു എക്സലന്റ് ക്യാരക്ടറാ. അതെ. എന്റെ അമ്മ എപ്പോഴും പറയും അനുവിനെ പോലെ ആവണം. അനു ഇപ്പൊ എന്താ ചെയ്തത്? ഭർത്താവിനോടൊന്ന് പറയ പോലും ചെയ്യാതെ ഇവിടെ വന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം നൽകുന്നത്. ഒരു സ്ത്രീയും പുരുഷന് അടിമയല്ല എന്നുള്ള പ്രഖ്യാപന. അനുക്ക് അങ്ങനെയാണല്ലേ? അഞ്ജന പറയും, ഇനിയിപ്പൊ നിനക്ക് വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ അതും ആവാം. അത് സ്ത്രീയുടെ റൈറ്റാ. പക്ഷെ ഞാൻ ചെയ്യില്ല കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാത്തിനും ഭയാണേ. എന്നാ അനു ഒരു ധീര വനിത ആണോ? നോക്ക്, രോമാഞ്ചം ഉണ്ടാവുന്നത്. അല്ല അഞ്ജനെ, നിന്നെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? സോറിടാ, ഇത്രയും സുന്ദരിയെ നിന്റെ മുഖത്ത് നോക്കി ഞാനത് പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ അഭിരാമിയെ കുറിച്ച് പറഞ്ഞത് നുണയാ. അമ്മയ്ക്ക് അവളെ കുറിച്ച് മോശം അഭിപ്രായമായിരുന്നു. അപ്പൊ ഭവാനി അങ്ങോട്ട് വന്നേ ഇവരുടെ കൂടെ കൂടാ. എന്താ രണ്ടാളും കുശലാണോ? നിങ്ങളെ രണ്ടാളെയും കണ്ട ഒരു അമ്മ പറ്റ പോലെ ഉണ്ട്. എന്നാലും ബ്യൂട്ടി അനുപമിക്കാ. അത് കേൾക്കുമ്പോ താങ്ക് യു അമ്മായി. ഒന്ന് സോപ്പിടാട്ടോ. ഭവാനിക്കും അഞ്ജനയും അജയും ജോഡിയാണോ? അനുഭവം പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അനു പറയും, എന്ത് ചോദ്യം അമ്മായി? സൂര്യന്റെ കാമുകി താമര, ചന്ദ്രന്റെ കാമുകി ആമ്പൽ. ഇവര് സൂര്യനും താമരയാ. അജയ്ക്ക് ഇവളെ കൊടുക്കാൻ അമ്മായി സമ്മതിച്ച തന്നെ ഭാഗ്യം. ഭവാനി പറയും, എന്റെ സംശയം അജയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യക്കുറവുണ്ടോന്നാ. അനു പറയും, ഞാൻ ചോദിക്കാം, ഞാൻ പറയുന്നതിന് അപ്പുറം അവനില്ല. അല്ല അമ്മായി, സത്യത്തിൽ ഈ വീട്ടിൽ ഒരാളുടെ കുറവില്ലേ? ആരുടെ? അനു പറയും, അഭിരാമി. അവൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. ഇവിടെ അടുത്തെവിടെ? അനു പറയും, ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ഷോപ്പിൽ കയറിയപ്പോ എന്റെ അഞ്ജനയുടെയും അതേ ലോക്കറ്റില മാലയായി ഒരു പെൺകുട്ടി നീങ്ങുന്നത് കണ്ടു. മുഖം കണ്ടില്ല. ഭവാനി മനസ്സിൽ വിചാരിക്കും, അവള് ഭൂമിയാ. അവളൊരു ഭീഷണിയെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഭവാനി ഞെട്ടുന്നതൊക്കെ അഞ്ജന ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുറ്റേ അമ്മായി? ഒന്നുമില്ല, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ ഭവാനി അവിടുന്ന് പോവും. ഭവാനി പോയതും ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ അഞ്ജന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. റിസപ്ഷനിലേക്ക് വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ അത് റൂം സപ്ലൈ ഇല്ല, ഇവിടെ വന്ന് റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കണം എന്നറിയും. ഓക്കെ എന്ന് പറഞ്ഞേ ഭൂമി ഗോൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും. എന്നാൽ പെട്ടെന്ന് ഭൂമിക്കൊരു സംശയം തോന്നിയിട്ട് ഭൂമി വീണ്ടും അകത്തേക്ക് തന്നെ കയറും. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യാണ്ടേ പോകുന്നത്. അങ്ങനെ ഭൂമി പോകുന്നതെല്ലാം കമാല് കാണുന്നുണ്ട്. ഭൂമിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് മുകളിലേക്ക് സ്റ്റെയർ കയറി പോകുന്നതൊക്കെ കമാല് പുറത്തുനിന്ന് നോക്കിയതിനു ശേഷം അയാൾ ഭൂമിയുടെ അകത്ത് കയറും. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും സെർച്ച് ചെയ്യണേ. അങ്ങനെ ബാഗിൽ നിന്ന് ആ ലെറ്റർ അയാൾക്ക് കിട്ടും. അങ്ങനെ അയാളതെടുത്ത് വായിച്ചു നോക്കും. മോൾ അറിയാൻ എനിക്ക് എന്തും സംഭവിക്കാം, ഞാൻ കൊല ചെയ്യപ്പെടും. അത്രയും വായിച്ചിട്ട് അയാൾ ആ ലെറ്റർ കിട്ടിയ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി അയാളുടെ റൂമിലേക്ക് പോകും. അങ്ങനെ അയാളെ സന്തോഷത്തോടെ റൂമിലേക്ക് പോകട്ടോ. പിന്നീട് ഭവാനി ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് കമാലിന്റെ കോള് വരുന്നത്. എന്തായി? എന്റെ ദൗത്യം നിർവഹിച്ചു. എന്ത്? ഞാൻ അവളുടെ റൂമിൽ കയറി അവളുടെ ബാഗ് തുറന്നു. ആ കത്ത് എനിക്ക് കിട്ടി. ഇത് കേൾക്കുമ്പോൾ ഭവാനിക്ക് സന്തോഷമാവും. കത്തിലെ കാര്യങ്ങൾ മാഡം പറഞ്ഞതുപോലെ കേസ് നമ്പികയെ രക്ഷപ്പെടുത്താനുള്ളതെല്ലാം ഇതിലുണ്ട്. അത് മാഡം തന്നെ നേരിട്ട് വായിക്കണം. ഭവാനി പറയും, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, വന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. കമാൽ പറയും, ഭൂമി ഇവിടെ ഉണ്ട്, കത്തിക്കട്ടെ. അതെ, അവളെ ഈ പരിസരത്ത് വെച്ച് കൊല്ലാൻ എളുപ്പമാണ്. ഭവാനി പറയും, അവളെ കൊന്നിട്ട് എന്തിനാ? തനിക്ക് കിട്ടിയ കത്ത് ഒറിജിനൽ ആണോ എന്ന് അറിയില്ലല്ലോ. കത്ത് അവളെ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചതാണെങ്കിലോ? എല്ലാം മനസ്സിലാക്കിയിട്ട് മതി, താൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്ത് എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യാം. അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമി റൂമിലെത്തുമ്പോൾ എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക. ഭൂമി വേഗം എല്ലാം എടുത്തു നോക്കും. എന്നിട്ട് വിചാരിക്കും. അങ്ങനെ ശേഷം ഫോൺ എടുത്തിട്ട് റൈറ്റർ ഉണ്ടല്ലോ ഭൂമിയുടെ കടയിൽ വരുന്നത്, അവരെ വിളിക്കും. എന്നിട്ട് പറയും, ദാസനുണ്ടോ? ഉണ്ട്. നിങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വരും. അയാൾ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കൃത്യമായ മറുപടി ഒന്നും കൊടുക്കരുത്. എന്നിട്ട് എന്നെ വിളിക്കണം. കഥയിലെ ഇനി ഉഗ്രൻ ട്വിസ്റ്റാ. അങ്ങനെ ഭൂമി അവരോട് എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം കോൾ കട്ട് ചെയ്ത് ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്